തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കിയ തൃശൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയ മുന്നണികൾ. UDF സീറ്റ് വിഭജനം പൂർത്തിയായതോടെ 52 ഡിവിഷനുകളിലേക്കുമുള്ള പാർട്ടി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അന്തിമ കൂടിയാലോചനകൾക്കായി LDFും ഇന്ന് യോഗം ചേരും. ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയം BJPയും പൂർത്തീകരിച്ചതോടെ തിരക്കിട്ട നീക്കങ്ങളിലാണ് NDA. പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും, സംസ്ഥാന ദേശീയ തലം വരെ ഉയർന്നു കേട്ട വികസന വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതിനു മുൻപ് തന്നെയുള്ള നിലപാട് പ്രഖ്യാപനങ്ങളും വിവാദങ്ങളും, തീപാറും പോരാട്ടത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശക്തന്റെ തട്ടകം. വർഷമായി തുടരുന്ന കോർപ്പറേഷൻ ഭരണം ആവർത്തിക്കുകയെന്ന വലിയ വെല്ലുവിളിയാണ് LDFിന് മുന്നിലുള്ളത്. പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം സീറ്റ് വിഭജനം പൂർത്തീകരിച്ചതോടെ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ് മുന്നണി ലക്ഷ്യമിടുന്നത്. 39 സീറ്റുകളിൽ CPIM, 8 സീറ്റുകളിൽ CPI, RJD 3, കേരള കോൺഗ്രസ് 2, ജനതാദൾ 2, NCP 1, കോൺഗ്രസ് S 1 എന്നിങ്ങനെയാകും 56 ഡിവിഷനുകളിലായുള്ള മത്സരം. ഇന്ന് നടക്കുന്ന നിർണായക യോഗത്തിൽ സീറ്റുകൾ വെച്ചുമാറുന്നതടക്കമുള്ള ചർച്ചയാവും അജണ്ട. മുതിർന്ന നേതാക്കളെയും KPCC ഭാരവാഹികളെയും അടക്കം കളത്തിലിറക്കി ഭരണം പിടിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFിന്റെ തീരുമാനം. ഒരു കാലത്ത് മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരം കൈയാളിയ കോർപ്പറേഷൻ ഭരണം ഇനിയും നഷ്ടപ്പെടുന്നത് ആത്മാഭിമാനത്തിന് നേരെയുള്ള വെല്ലുവിളിയായി അവർ കാണുന്നു. കേരള കോൺഗ്രസ് ജോസഫിനും മുസ്ലിം ലീഗിനും 4 സീറ്റുകൾ മാത്രം നൽകി 52 സീറ്റുകളിലും മത്സരിക്കാൻ തീരുമാനിച്ച പാർട്ടി ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണത്തിൽ ഒരുപടി മുന്നിലെത്താനാണ് നീക്കങ്ങൾ നടത്തുന്നത്. 10 മുതൽ 15 വരെ സീറ്റുകൾ നേടി ഭരണനിർണയം നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന NDAയും BJPയും തൃശൂരിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കഴിഞ്ഞു. 6 സീറ്റുകളിലെങ്കിലും മത്സരിക്കാനാകുമെന്നാണ് മുന്നണിയിലെ രണ്ടാം ഘടകകക്ഷിയായ BDJS പ്രതീക്ഷിക്കുന്നത്. 28 വനിതകൾ തെരഞ്ഞെടുക്കപ്പെടുന്ന തദ്ദേശ പോരാട്ടത്തിൽ യുവാക്കൾക്കും മുഖ്യ പരിഗണനയാണ് 3 മുന്നണികളും നൽകുന്നത്. ലാലി ജെയിംസ്, ശ്യാമള മുരളീധരൻ, നിജി ജസ്റ്റിൻ, സുബി ബാബു തുടങ്ങിയവരെ കോൺഗ്രസും, രാജശ്രീ ഗോപൻ, അജിത ജയരാജ് എന്നിവരെ CPIMും മേയർ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുമ്പോൾ നിലവിലെ കൗൺസിലറും BJP സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ V ആതിരയെ മുന്നിൽ നിർത്തിയുള്ള പ്രചാരണത്തിനാണ് NDA ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.